ഞാൻ വിവാഹത്തേക്കാൾ ലിവിംഗ് ടുഗദറിനെ അനുകൂലിക്കുന്നു. അതിന്റെ കാരണം ഇതാണ്. ഇത് ഏതെങ്കിലും പ്രേത സിനിമയിലെ രംഗമല്ല, സാത്താൻ പൂജക്കാരുടെ ആഘോഷവുമല്ല, നരപൂജികളായ ആളുകൾ നടത്തുന്ന നൃത്തവുമല്ല. നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇത് കണ്ണൂർ ജില്ലയിലെ മത്തിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ നടന്ന ഒരു കല്യാണത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണുന്നത്. പുതിയാപ്ല പെണ്ണിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി വരുന്ന രംഗമാണ് ആ കാണുന്നത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 143-ാമത്തെ വചനത്തിൽ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ഉമ്മത്തൻ വസത്തൻ, നിങ്ങൾ ഒരു ഉത്തമ സമൂഹമാണ്, ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഉത്തമ സമൂഹമാണ് എന്നാണ് ഖുർആൻ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. ഇതാണോ ജനങ്ങൾക്ക് മാതൃക? ഇതാണോ ഉത്തമ സമൂഹം? എന്താണ് ഈ സമൂഹത്തിന് സംഭവിച്ചത്? ഈ സമൂഹം എന്താണ് ഈ ഖുർആനിന്റെ സംസ്കാരത്തിൽ നിന്നും അകന്നു പോകാൻ കാരണം? നമുക്കറിയാം, മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരു മഹല്ല സംവിധാനത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാ വെള്ളിയാഴ്ചയും ആരും ഇവരെ ക്ഷണിക്കേണ്ട, ഒരു നോട്ടീസും അടിക്കേണ്ട. ഒട്ടുമിക്ക ആളുകളും വെള്ളിയാഴ്ച ദിവസം ഇവർ പള്ളിയിലുണ്ടാകും. പള്ളിയിലെ പണ്ഡിതന്റെ മുന്നിൽ ഈ പറയുന്ന മുസ്ലിം സമൂഹം ഒരു അരമുക്കാൽ മണിക്കൂർ ആ പണ്ഡിതന്റെ വാക്കുകൾ കേൾക്കാൻ ഇവർ തയ്യാറാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമൂഹം ഖുർആനിന്റെ സംസ്കാരത്തിൽ നിന്നും അകന്നു പോകുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമൂഹം ഉമ്മത്തൻ വസത്തൻ ആയി മാറാത്തത്? എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ ജനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? ഇതിപ്പോൾ ആ പുതിയാപ്ല പ്രേതത്തിന്റെ രൂപത്തിൽ വരുന്ന സമയത്ത് ആ പുതിയാപ്ലയെ സ്വീകരിക്കാൻ പെൺവീട്ടുകാർ തയ്യാറായത് കൊണ്ടാണല്ലോ അയാൾ അങ്ങനെ വരുന്നത്. ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ശവപ്പെട്ടിയിൽ വരുന്ന പുതിയാപ്ലയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത് ചെയ്യുന്ന ഈ ആളുകളെ മാത്രം കുറ്റപ്പെടുത്തി നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ഇവർ ഇത് ശരിയാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു സമുദായം ജനങ്ങൾക്ക് മാതൃക അല്ലാതാക്കി മാറ്റിയതിൽ ഞാൻ വിചാരിക്കുന്നത് ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക് വലിയ റോളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഖുർആനിന്റെ സംസ്കാരത്തിലേക്ക്, ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക്, ആ ഉമ്മത്തൻ വസത്തൻ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം മതപണ്ഡിതന്മാർക്കാണുള്ളത്. അവർ ആ ഉത്തരവാദിത്തം നിർവഹിക്കാത്തിടത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും ഇതിനപ്പുറമുള്ള കാഴ്ചകളും കാണേണ്ടി